വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഈ വേദിക്ക് സ്വാഗതം പറഞ്ഞ ഗഫൂർ, അതുപോലെ തന്നെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച് നിങ്ങളോട് സംസാരിച്ച റഫീഖ്, ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് വളരെ പ്രസക്തമായ രീതിയിൽ മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗ് രാഷ്ട്രീയം ഇക്കാലത്തിൽ എന്തിനാണെന്നുള്ളതിനെപ്പറ്റി കൃത്യമായ ഒരു ക്ലാസ് നിങ്ങളോട് എടുത്തു തന്ന, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ പേരാമ്പ്രയുടെ മുഖച്ഛായ മാറ്റാൻ ഇവിടെ ഏറ്റവും കരുത്തനായ ഒരു MLA വരണതിൻ്റെ ആവശ്യകതയെപ്പറ്റി വളരെ മനോഹരമായ രീതിയിൽ നിങ്ങളോട് സംവദിച്ച പ്രിയപ്പെട്ട TT ഇസ്മായിൽ സാഹിബ്, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന അസീസ് മാസ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ, വനിതാ ലീഗിൻ്റെ നേതാക്കൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ്, മറ്റ് ജനപ്രതിനിധികൾ, ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വനിതാ ലീഗിൻ്റെ പ്രവർത്തകർ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ആദ്യം തന്നെ ഇന്ന് ജാനുവരി 30 ഇവിടെ നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞു നിർത്തിയ സ്ഥലത്ത് നിന്ന് തുടങ്ങാം. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയൊരു നഷ്ടം സംഭവിച്ചൊരു ദിവസമാണ്. ഇന്ന് നമ്മൾ സ്കൂളുകളിലാണെങ്കിൽ ഒരു 11 മണി കഴിയുമ്പോൾ ഒരു നിമിഷം മൗനാചരണം നടത്തി നമ്മൾ വീണ്ടും ആ ദിവസത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ, നമ്മൾ ഇന്ന് ഈ സമകാലിക രാഷ്ട്രീയത്തിലും സമകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ഓരോരുത്തരും ഓർക്കേണ്ട ഒരു പേരുണ്ട്. നമ്മുടെയൊക്കെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി ഇന്ന് വെടിയുതിർത്തപ്പെട്ട് മരണപ്പെട്ട ദിവസമാണ്. അതിന് കാരണക്കാരായിട്ടുള്ള RSSൻ്റെ ചുങ്കുകളിൽ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ, ഈ നാട് മാത്രമല്ല എല്ലാ നാടിനെയും പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു മാറ്റം വേണം. ആ മാറ്റം കൊണ്ടുവരണമെങ്കിൽ അവിടെ മുന്നിൽ നിന്ന് നയിക്കേണ്ട പടയാളികൾ ആണുങ്ങളെക്കാളും കൂടുതൽ സ്ത്രീകളാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, നിങ്ങളെല്ലാവരും ഈ സായാഹ്ന സമയത്ത് ഇവിടെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് നിങ്ങൾക്കുള്ള കൂറും സ്നേഹവും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കൂറും സ്നേഹവും കാണിക്കേണ്ടത് പാർട്ടി വിളിക്കുന്ന മീറ്റിങ്ങുകളിൽ വന്നിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ജയ് വിളിക്കുന്നതിലൂടെ മാത്രമല്ല, മറിച്ച് ആ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വക്താക്കളായിട്ട് നമ്മൾ മുന്നോട്ട് വരണം. ഇവിടെ പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേട്ടിട്ടുള്ള പേരാമ്പ്ര എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത് ഈ സമീപകാലത്ത് 2 കാര്യത്തിനാണ്. ഒന്ന്, ഷീ ഗാർഡ് എന്ന് പറഞ്ഞ് നമ്മുടെ വൈറ്റ് ഗാർഡിനെ പോലെ ശരിക്കും കേരളത്തിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയകളിലും ഇവിടുത്തെ ഒരു പറ്റം സ്ത്രീകൾ എന്ത് ചെയ്തു, സാമൂഹ്യ സേവന രംഗത്തേക്ക് കൊണ്ടുവന്ന ഒരു പ്രദേശം, അതിൻ്റെ പേര് പേരാമ്പ്ര എന്നാണ്. അതിനപ്പുറത്തേക്ക് ഒരുപാട് കാലമായി ചെങ്കോട്ടകളെന്ന് സ്വയം വിശേഷിപ്പിച്ച് അഹങ്കരിച്ച് നടന്ന ഒരു പ്രദേശത്ത് ഒരു പഞ്ചായത്തിൽ 6 സീറ്റ് നേടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? ചില്ലറ കാര്യമല്ല. പ്രത്യേകിച്ചും ഈ ഒരു രാഷ്ട്രീയ സ്ഥിതിഗതിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ മഹത്തരമായൊരു കാര്യം 6 സീറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ UDF നേടി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഭാഗം വനിതാ ലീഗാണ്. എല്ലാ പ്രദേശത്തും, ഞാൻ കേരളത്തിൻ്റെ ഉടനീളമുള്ള ഏത് പഞ്ചായത്തിലും ഏത് വനിതാ ലീഗിൻ്റെ ശാഖയിൽ പോയാലും പറയുന്ന ഒരു കാര്യം, അവിടെയൊക്കെ ആണുങ്ങളെക്കാൾ കൂടുതൽ ഉഷാറോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് വനിതാ ലീഗാണ്. അത് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ കാര്യത്തിലായാലും ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ആണുങ്ങളെക്കാളും കൂടുതൽ മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാർ നമ്മളാണ്. നമ്മൾ ചില്ലറക്കാരാണോ? അല്ല. നമ്മൾ കഴിവുള്ളവരാണോ? നമ്മൾ കഴിവുള്ളവരാണ്. നമുക്ക് കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്തുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്ന് നയിക്കേണ്ട നായികയായിട്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മളെ ഏൽപ്പിച്ച് നമ്മുടെ മക്കളെ ഏറ്റവും നല്ല വിദ്യാഭ്യാസവും ഏറ്റവും നല്ല മൂല്യങ്ങളും നൽകി അവരെ സമൂഹത്തിൽ അറിയപ്പെടുന്ന, ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ഇടപഴകുന്ന ഏറ്റവും നല്ല ആൾക്കാരായി മാറ്റാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നതും നമുക്ക് ആ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചതും നമ്മളിൽ കഴിവുള്ളത് കൊണ്ടാണ്. നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും, എനിക്ക് കഴിവുണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. നമ്മുടെ മുമ്പിൽ കഴിവെന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മളെ വിചാരം ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ സംസാരിക്കാൻ കഴിവുണ്ടോ, എന്നാൽ അതിന് കഴിവുണ്ട്, അല്ലെങ്കിൽ പാടാൻ കഴിവുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ തിളങ്ങിയാൽ മാത്രമേ കഴിവുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഇന്ന് പോയിട്ടൊന്ന് കണ്ണാടിയിൽ നോക്കണം കേട്ടോ. നിങ്ങളാണ് ഏറ്റവും വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള 2 കുടുംബങ്ങളെ തമ്മിൽ എന്ത് ചെയ്യുന്ന, ബന്ധിപ്പിക്കുന്ന, എല്ലാ ബന്ധങ്ങൾക്കും മാന്യത നൽകുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് സ്ത്രീകളാണ്. ഈ സമകാലിക രാഷ്ട്രീയത്തിൽ സ്ത്രീകളുടെ പങ്ക് വളരെ വലുതാണ്. നമ്മൾ രാഷ്ട്രീയം സ്ത്രീകൾക്ക് വേണമെന്നുള്ളത് വലിയ ചോദ്യമാണ്. ഈ ഇടക്കാലത്ത് ഏറ്റവും കൂടുതൽ ഉയരുന്ന ഒരു കാര്യം, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിൽ ഇന്ന് സ്ത്രീകൾ എന്ത് ചെയ്യാണ്? കഴിവ് കാരണം നമുക്ക് കൂട്ടിയിട്ട് കൂടുന്നില്ല.
അത്രയും സ്ത്രീകൾ എന്താണ് പുറത്തോട്ട് ചാടാൻ നിൽക്കുകയാണ്, എങ്ങനെ? അവരുടെ കഴിവ് കൊണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. അതായത് കുറേ പഴയ കാലത്തെ ഉമ്മമാരൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മുസ്ലിം ലീഗിൽ പിന്നെ പ്രവർത്തിക്കാൻ സ്ത്രീകൾ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ശരിയായ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? മുൻകാലങ്ങളിൽ നമുക്കൊരു കൗൺസിലറെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാർഡിലോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലോ എവിടെയെങ്കിലും ഒരാളെ മത്സരിപ്പിക്കാൻ ഒരു സ്ത്രീ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് തവണ വീടുകൾ കയറി, ചിലപ്പം അവസാനം നമ്മുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തകൻ്റെ വീട്ടിലുള്ള ഭാര്യയോ ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നങ്ങനെയാണോ? ഇന്നങ്ങനെ അല്ല. ഇന്ന് നമുക്ക് ചുറ്റിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഏറ്റവും നല്ല പെർഫെക്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന ഒരുപാട് സ്ത്രീരത്നങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് വന്നു ചേർന്നതാണോ? പ്രത്യേകിച്ചും മലബാറിലെ സ്ത്രീകൾ എപ്പോഴും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പറ്റി പറയുമ്പോൾ ഒന്ന് എണീറ്റ് നിൽക്കണം. കാരണം ആ പാർട്ടി നമുക്കുണ്ടാക്കി തന്ന ഒരു അസ്തിത്വമുണ്ട്. ആ അസ്തിത്വം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ പാർട്ടിയെ പഠിക്കണം. ഞാൻ എല്ലാ വേദിയിലും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടായ ഒരു പാർട്ടിയല്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് നേതാക്കളുണ്ട്. നമ്മൾ ലീഗിനെ പറ്റി പറയുമ്പോൾ നമ്മൾ സ്ത്രീകളടക്കം നമുക്ക് ചിലപ്പോൾ 2-3 നേതാക്കളുടെ പേര് കാണാതെ അറിയായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉച്ചരിക്കുന്ന പേര് CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേര് കേട്ടാൽ നമുക്ക് കേട്ടിട്ടുണ്ട്. ഖായിദെ മില്ലത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് കേട്ടിട്ടുണ്ട്. സീതി സാഹിബിനെ പറ്റി പറയുമ്പോൾ നമുക്ക് കേട്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ കേട്ട അറിവുകൾക്കപ്പുറം നമ്മൾ എങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ ഞാൻ ലീഗുകാരിയാണെന്ന് നമ്മൾ ഉറക്കെ പറയും. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഉള്ളിൽ ഈ ആശയങ്ങൾ ശരിക്കും പതിഞ്ഞോ എന്നുള്ളതാണ്. ഈ ആശയങ്ങൾ ശരിക്കും പതിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും? ഇവിടെ നിന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഒരു MLA ഉണ്ടാവും. കാരണം അത്രയധികം ഈ ലീഗ്, ഈ പ്രസ്ഥാനം എന്തു ചെയ്തിട്ടുണ്ട്? ഇവിടെയുള്ള സമുദായത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പറയാണ്, സമൂഹത്തിന് മാത്രമല്ല, ന്യൂനപക്ഷത്തിന് മാത്രമല്ല, പ്രത്യേകമായിട്ട് ഈ സമുദായത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ പഠിച്ച സ്കൂളുകൾ തുടങ്ങി ഇങ്ങോട്ട് നോക്കണം. ഒരു കാലഘട്ടം നമുക്കും ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ നിങ്ങളുടെ ഉമ്മമാരോടും ഉമ്മാമ്മമാരോടും ചോദിക്കണം. പഴയ കാലങ്ങളിൽ പേർഷ്യ പോലെ, നമ്മൾ ഗൾഫിനെ പേർഷ്യ എന്ന് പറയും, അവിടെയൊക്കെ പോകുന്ന നമ്മുടെ ഉപ്പാപ്പമാരുടെ കാലഘട്ടത്തിൽ അവരൊക്കെ അയക്കുന്ന കത്തുകൾ ആരാ വായിച്ചു തരുന്നതെന്ന് നിങ്ങളൊക്കെ പോയി വീട്ടിൽ ചോദിക്കണം. നമുക്ക് എഴുത്തും വായനയും അറിയാത്തതിൻ്റെ പേരിൽ നമ്മൾ പറ്റിക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ ഉമ്മറത്തിരുന്ന് നമ്മുടെ ഭർത്താവ് നമുക്കെഴുതിയ കത്ത്, അതിൽ സ്നേഹം ചാലിച്ചുള്ള വാക്കുകൾ വരെ ഏതെങ്കിലും ഒരു പോസ്റ്റ്മാൻ വന്നിട്ട് നമുക്ക് വായിച്ച് പറഞ്ഞു തരേണ്ട ഒരു ഗതികേട് നമുക്കുണ്ടായിരുന്നു. ആ ഗതികേടൊക്കെ മാറ്റി നമ്മളൊക്കെ പഠിച്ച സ്കൂളുകളൊന്ന് നോക്കുക. മാപ്പിള UP സ്കൂളുകളെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്കൂളുകൾ ഈ നാട്ടിൽ വന്നപ്പോൾ, സ്കോളർഷിപ്പുകൾ നമുക്ക് തന്നപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ എന്ത് ചെയ്തു? സ്വർഗതുല്യമായ ഒരു ജീവിതം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പിറകിൽ പ്രവർത്തിച്ച മഹാനായ നേതാക്കളുണ്ട്. ആ നേതാക്കളൊക്കെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരാണ്. നമ്മൾ ഇന്നെല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ലീഗ് എന്തുണ്ടാക്കി, ലീഗ് എന്താ നമുക്ക് ചെയ്തത്? നമ്മൾ ഇന്നത്തെ മിന്നാമിനിങ്ങനെ കണ്ടിട്ട് എന്ത് ചെയ്യരുത്? ഒരു കാലഘട്ടത്തിൽ വലിയൊരു പ്രകാശമായ പാർട്ടിയെ മറക്കാൻ നമ്മൾ പാടില്ല. അതിനപ്പുറത്തേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ചരിത്രം കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. ചരിത്രം പഠിക്കുമ്പോൾ അതിലേറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വായിക്കണമെന്നാണ്. വായന എന്ന് പറയുന്നത് ഒരു അരമണിക്കൂർ ഒരു ദിവസം വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് വളരെ വലുതാണ്. ഇന്ന് നമ്മളോട് നോക്കി ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. പല ആൾക്കാരും ലീഗ് ഇവിടെ എന്താ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്? ലീഗാണോ മുസ്ലിം ലീഗാണോ ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ ആട്ടിപ്പേർ അവകാശം എടുക്കാൻ വരുന്ന ആൾക്കാരെന്നൊക്കെ ചോദിച്ച് നിങ്ങളോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന, നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ പാർട്ടിയെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരോട് നമ്മൾ തിരിച്ചെന്ത് ചോദിക്കണം? നമ്മൾ കൃത്യമായിട്ട് ഉത്തരം കൊടുക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവണം? ലീഗ് ഉണ്ടാവണം. ആ ലീഗ് എന്ന് പറയുന്നത് ജയ് വിളിക്കുന്നത് കൊണ്ടോ ജാഥക്ക് ആൾ കൂട്ടുന്നത് കൊണ്ടോ ഉണ്ടാവേണ്ട ഒന്നല്ല, മറിച്ച് അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരണം. ആ വരുന്ന സമയത്ത് ഈ ലീഗ് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവണം. നമ്മൾ അഭിമാനത്തോടു കൂടിയിട്ട് പറയണം, ഈ നാട്ടിലെ ആൾക്കാർക്ക് വിദ്യാഭ്യാസം നൽകിയത് ലീഗാണ്. ഈ നാട്ടിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗജന്യ വിദ്യാഭ്യാസം നൽകിയത് ലീഗാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക് ആവശ്യമായ രീതിയിൽ സ്കോളർഷിപ്പ് സംവിധാനം കൊണ്ടുവന്നത് ലീഗാണ്. എന്തിനേറെ യൂണിവേഴ്സിറ്റികൾ വരെ കെട്ടിപ്പുടർത്തിക്കൊണ്ട് ഇവിടെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ വിപ്ലവം തീർത്തത് ലീഗാന്ന് പറയാൻ നമുക്ക് സാധിക്കണം. നമ്മളിതൊന്നും പറയാതെ, നമ്മളിതൊന്നും വായിക്കാതെ, നമ്മളിതൊന്നും പഠിക്കാതെ നമ്മൾ ലീഗിന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ
നമ്മളൊരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ, നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കും. നമ്മളെ തിരിച്ച് നമ്മളെ പാർട്ടിയെ പറ്റിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ കിട്ടൂല. എന്താ കാരണം? നമുക്കറിയില്ല നമ്മളെ പാർട്ടിയെ. അങ്ങനെ ആവാൻ പാടുണ്ടോ? സമകാലിക രാഷ്ട്രീയം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഇവിടെ RSSൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളോട് പറയുമ്പോൾ, നമ്മളിവിടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്കിങ്ങനെ കുറേ അവസരങ്ങൾ മുമ്പിൽ വന്നിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കൊറോണ വന്നപ്പോൾ നമ്മൾ സമയത്തിൻ്റെ വില പഠിച്ച ആൾക്കാരാണ്. അതേപോലെ ഓരോരോ ഇൻസിഡൻറ്റ്സ് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുമ്പോൾ നമ്മൾ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കി മുന്നേറിക്കഴിഞ്ഞാൽ ഏതൊരു മുസ്ലിം ലീഗുകാരിയും തന്നെത്താൻ തന്നെ പറയാതെ തന്നെ എന്തു ചെയ്യും? റോഡിലിറങ്ങും ലീഗിന് വേണ്ടിയിട്ട്, ഈ സമൂഹത്തിന് വേണ്ടിയിട്ട്. കാരണം അത്രയും കാര്യങ്ങൾ ഇക്കഴിഞ്ഞ കാലയളവിൽ മുസ്ലിം ലീഗ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഒരു രാജ്യം, ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രമാണ് ഇന്ത്യ. ഈ നാട്ടിൽ ജീവിക്കുന്ന നമ്മൾ ന്യൂനപക്ഷക്കാരാണ്. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഏറ്റവും മൈനോറിറ്റി ആയിട്ട് ഏറ്റവും ചെറിയ വിഭാഗം ആൾക്കാർ, അവരുടെ സംരക്ഷണം എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? നമ്മളെല്ലാവരും അഭിമാനത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് ഇഷ്ടപ്പെട്ട തട്ടം നമ്മൾ തലയിലിടുന്നു, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും പർദ്ദ ഇട്ടിട്ടോ അല്ലെങ്കിൽ ചുരിദാർ ഇട്ടിട്ടോ, ഇനി പോയിക്കോട്ടെ ഒരു ജീൻസ് ഇട്ടിട്ടോ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളെ ചോദ്യം ചെയ്യലുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഡ്രസ്സ് ഇട്ടെന്ന് ചോദ്യം ചെയ്യാനുള്ള അധികാര അവകാശം ഇവിടെ ആർക്കും ഇല്ല. കാരണം എന്താ? നമ്മളെ ഇഷ്ടത്തിന് നല്ല ഡ്രസ്സ് ധരിച്ച് നമ്മൾ പുറത്ത് പോകുന്നു. നിങ്ങളുടെ വീട്ടിൽ ബീഫ് വെച്ചാൽ ആരെങ്കിലും നിങ്ങളെ കുറ്റം പറയുമോ? നിങ്ങൾ മീൻ വെച്ചാൽ ആരെങ്കിലും കുറ്റം പറയുമോ? ഇനി വേണ്ട, എനിക്ക് ബീഫും വേണ്ട, ചിക്കനും വേണ്ട, എനിക്ക് പച്ചക്കറി മതി, നിങ്ങളോട് ആരെങ്കിലും പറയുമോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇത് കഴിക്കാനോ ഉണ്ടാക്കാനോ പാടില്ല എന്ന്? ഇനി പോട്ടെ, നിങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് സഞ്ചരിക്കാനും നിങ്ങൾക്ക് അവകാശമില്ലേ, അധികാരമില്ലേ? ഇതൊക്കെ നമുക്ക് ലഭ്യമായത് ഇന്ത്യൻ ഭരണഘടനയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ 14 മുതൽ 29 വരെ ചേർത്തത് കൊണ്ട് മാത്രമല്ല, മറിച്ച് ഇവിടെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആരുണ്ട്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടാണ്. ഇല്ല എന്ന് പറയുന്നവർക്ക് ഉദാഹരണങ്ങൾ നിരത്താൻ ഒരുപാടുണ്ട്. കുറച്ച് നാൾ മുന്നേ, ഒരു വർഷത്തിന് മുൻപോട്ടായിട്ട് നമ്മൾ കണ്ടതാണ് കർണാടകയിൽ എന്ത് സംഭവിച്ചത്. ഒരു പെൺകുട്ടി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നക്കാബ് ധരിച്ചപ്പോൾ അതിനെതിരെ സമരം ചെയ്ത ആൾക്കാരെ നമ്മൾ കണ്ടു. അതിനപ്പുറത്തേക്ക് 2000 ഒരു കലാപം ഉണ്ടായിട്ടുണ്ട്. ഏറെ ഖേദകരമെന്ന് പറയട്ടെ, 2000 കലാപത്തെ പറ്റിയിട്ട് അന്ന് ജീവിച്ചിരുന്ന ഞാനടക്കമുള്ള ആൾക്കാർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ പൃഥ്വിരാജ് എന്ത് ചെയ്തു? എമ്പുരാൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറക്കേണ്ടി വന്നു. ആ സിനിമ കണ്ടിറങ്ങിയ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, എന്താണെന്നറിയോ, 2000 ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളത്. നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം? ഈ കാലത്തെ രാഷ്ട്രീയത്തെയും നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും ബോധവാന്മാരാവണം. 2000 ഗുജറാത്തിലെ കലാപത്തിന് നേതൃത്വം കൊടുത്ത അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആളാണ് ഇന്ന് ഇന്ത്യയുടെ തലപ്പത്തിരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കുക. നമ്മളോട് വലിയ ഇഷ്ടമുണ്ടെന്ന് നമുക്കിങ്ങനെ തോന്നും. എങ്ങനെയാണെന്നറിയോ? PM ശ്രീ പദ്ധതി പോലെ നമുക്ക് ഒരുപാട് കേന്ദ്ര ഫണ്ടുകളൊക്കെ തന്ന് നമ്മൾ വിചാരിക്കും, എന്താണെന്നറിയോ, ഇതൊക്കെ തരുമ്പോൾ വിചാരിക്കും ഓ നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ മേരെ പ്യാരെ ദേശവാസിയോ അല്ലെങ്കിൽ മേരെ ബഹനോ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ക്യാപ്ഷനോട് കൂടിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് RSSൻ്റെ ഓരോ അജണ്ടകൾ നടപ്പാക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോവും, എന്താണെന്നറിയോ, ഇവരൊക്കെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഒരു കാലത്ത് ഇവരെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സമൂഹത്തെ മാത്രം കല്ലെറിയാനായിട്ട് നിന്ന ആൾക്കാരാണ്. അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. സമകാലിക രാഷ്ട്രീയത്തിൽ സ്ത്രീയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇതാണ്. നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതിനെന്ത് ചെയ്യും? അതിനെ വളരെ ഷോർട്ടായിട്ട് പറയുന്ന ഒരു കാര്യം, ഇവിടെ രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ വെള്ളയും വെള്ളയിട്ട ആൾക്കാരാണ്. അല്ലെങ്കിൽ നമ്മൾ പറയും അത് ഈ പഞ്ചായത്തിൽ പോകുന്ന മെമ്പർമാർ, അല്ലെങ്കിൽ നിയമസഭയിൽ പോകുന്ന MLA മാർ, MP മാർ, ഇവരൊക്കെ എന്താണ്? രാഷ്ട്രീയക്കാരാണ്. ശരിക്കും രാഷ്ട്രീയം എന്താണ്? നിങ്ങൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത് രാഷ്ട്രീയം കൊണ്ട്? രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നമ്മളൊരു ഭരണകൂടത്തിൻ്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞു പോകുന്നത്. ആ ഭരണകൂടം നമുക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നമ്മുടെ അവകാശങ്ങളെ ലംഘിക്കുന്ന സമയത്ത്, നമ്മുടെ മേൽ എന്തെങ്കിലും ഒരു കാര്യം അടിച്ചേൽപ്പിക്കുമ്പോൾ അവിടെ ചോദ്യം ചെയ്യാൻ എന്തുണ്ടാവണം? നമ്മുടെ കൈകൾ ഉയരണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയ ബോധം വേണം. ആ രാഷ്ട്രീയ ബോധം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആരുണ്ടാവണം? പഞ്ചായത്ത് മെമ്പറായിട്ട് ആരുണ്ടാവണം? നമ്മുടെ പാർട്ടിയിലെ ആൾക്കാരുണ്ടാവണം, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവണം. നമുക്ക് ഇവിടെ റോഡില്ല, തോടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ വിദ്യാഭ്യാസ നയങ്ങളിൽ മാറ്റം വരുത്തുമ്പോൾ നമുക്ക് ശബ്ദിക്കാനായിട്ട് ആര് വേണം?
ഒരു പാർട്ടിയും ഒരു ലീഡറും വേണം. ആ ലീഡറാണ് നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ എവിടെ ഉണ്ടാവുക? നിയമസഭയിലുണ്ടാവുക. കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് അവഗണന ഉണ്ടാവുമ്പോൾ അവിടെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുണ്ടാവണം? MP ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈ ഇലക്ഷൻ പ്രോസസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ വ്യക്തിക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കുക. വ്യക്തിക്കപ്പുറം ഈ നാടിനെ നാടാക്കി മാറ്റിയ നമുക്ക് ഇത്രയും വലിയൊരു അഭിമാനത്തിൻ്റെ അസ്തിത്വം തന്ന ഒരു പാർട്ടി ഒരാളെ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചുകൊണ്ട് പറയാണ്, ഇതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള മെമ്പർ, അല്ലെങ്കിൽ ഇതാണ് MLA ആയിട്ട് മത്സരിക്കേണ്ട ആളെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ ഓരോ പ്രവർത്തകനും എന്ത് ചെയ്യണം? മുന്നോട്ട് വന്ന് കൂടെ നിൽക്കേണ്ടതുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ നാട്ടിൽ ജീവിച്ച ആൾക്കാരാ, നിങ്ങൾക്ക് ഇവിടുത്തെ രാഷ്ട്രീയം അറിയാം. ഇവിടെ ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയുന്ന ആൾക്കാരാ. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മാത്രം ഈ പഞ്ചായത്ത് ഇന്ന് വരെ ആർക്ക് കിട്ടിയിട്ടില്ല? UDFന് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു വെളിച്ചെങ്കിലും നമുക്ക് വീശാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നോ? നിങ്ങൾ വിശ്വസിച്ചിരുന്നോ ഈ പ്രാവശ്യം നിങ്ങൾക്ക് 6 സീറ്റ് കിട്ടുമെന്ന്? ചിന്തിച്ചിട്ടില്ലേ? ഇത് ലക്കായിട്ട് കിട്ടിയതാ? നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിട്ടില്ലേ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കുറച്ച് സീറ്റ് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ 18-ൽ നിന്ന് 1 പിടിച്ചെടുത്തപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നില്ലേ? നിങ്ങളതിനെ 6 ആക്കി മാറ്റിയപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സന്തോഷമായില്ലേ? അപ്പം നിങ്ങൾക്കില്ലേ, മനുഷ്യന്മാർക്ക് എങ്ങനെയാണെന്നറിയോ? എക്കണോമിക്സിൽ പറയുന്നൊരു കാര്യമുണ്ട്, മനുഷ്യൻ എപ്പോഴും ഗ്രീഡിയാണ്. എന്താ സംഭവം എന്നറിയോ? നമ്മളിങ്ങനെ 1 കിട്ടിയാൽ പിന്നെ 2 കിട്ടണം എന്ന് ആശ, 2 കിട്ടിയാലോ 4 കിട്ടണം എന്നാണ്. അപ്പോൾ ഇപ്പം നമുക്ക് എത്ര കിട്ടി? 6 കിട്ടി. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യണം? നമ്മളതിനെ ഇരട്ടിപ്പിക്കണ്ടേ? എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ പറയുക? നിങ്ങളെല്ലാം പ്ലസിൻ്റെ ആൾക്കാരാണ്. എങ്ങനെയാണ് പ്ലസ്? 500+, പിന്നെയോ 30+ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായൊരു അതായത് നിങ്ങൾക്കൊരു വിഷൻ ഉണ്ട്. എന്തിനെ പറ്റിയിട്ട്? വരാൻ പോകുന്ന ദിവസങ്ങളെ പറ്റിയിട്ടും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇവിടെ നടത്തേണ്ട പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും ഒരു കംപ്ലീറ്റ് വിഷനോട് കൂടിയിട്ടാണ് ആര് സംസാരിക്കുന്നത്? നിങ്ങളുടെ നേതാക്കൾ സംസാരിക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ അത്തരത്തിൽ വിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ സംഭവം 13+ എന്ന് പറയുമ്പോൾ അത് ആരുടെ ഉത്തരവാദിത്തമാണ്? എൻ്റെ ബാക്കിലിരിക്കുന്ന ഈ സ്റ്റേജിലിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കളുടെ മാത്രം ഉത്തരവാദിത്തമാണോ? ബി എ ലീഡർ. അവരെപ്പോഴും എന്താണ്? മുമ്പിൽ നിന്ന് നിങ്ങളെ നയിക്കുന്നവരാണ്. പക്ഷേ അവർക്ക് ആവശ്യമായ രീതിയിൽ കൃത്യമായിട്ടുള്ള ക്യാമ്പയിൻ നടത്താൻ ആര് മുന്നോട്ട് വരണം? നമ്മൾ വരണ്ടേ? നമ്മൾ വരണം. നിങ്ങൾക്ക് എന്തിനാണെന്നറിയോ സ്ത്രീകൾക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞത്? നിങ്ങൾ സ്കൂളിൽ പോവാറില്ലേ? നമ്മൾ പഠിച്ച സ്കൂളിൽ നമുക്ക് നോമ്പിൻ്റെ മാസത്തെ ലീവ് ഉണ്ടായിരുന്നു. ലീവ് ഉണ്ടായിട്ടില്ലേ? എത്ര? ഒരു മാസം മുഴുവൻ ലീവ് ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ദിവസം ലീവ് ഉണ്ടായിട്ടില്ലേ? ലീവ് ഉണ്ടായിരുന്നു. ഇപ്പം അതുണ്ടോ? ഇപ്പം ഉണ്ടോ? ഇല്ല. ഇതൊക്കെ ആരാ മാറ്റിയത്? സർക്കാരാണോ മാറ്റിയത്? സർക്കാരാണ് മാറ്റിയത്. പക്ഷെ സർക്കാർ അങ്ങനെ പെട്ടെന്ന് എടുത്ത് മാറ്റുമോ? നിങ്ങൾക്കറിയോ അത്? സർക്കാർ അങ്ങനെ പെട്ടെന്ന് എടുത്ത് മാറ്റുമോ ഈ കാര്യങ്ങളൊക്കെ? നമുക്ക് കാലക്രമേണ, ഇത് അസീസ് മാഷൊക്കെ ഉണ്ടല്ലോ, ചോദിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതായത് ഈ വിദ്യാഭ്യാസ നയങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള പ്രപ്പോസലൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ ആദ്യം ചർച്ച ചെയ്യുക എവിടെയാണെന്നറിയോ? നമ്മുടെ PTA-കളിലാണ് ചർച്ച ചെയ്യുക. നമ്മൾ സ്കൂളിനൊരു PTA ഇല്ലേ? നമുക്ക് ഇന്ന് വരാറില്ല ഈ PTA എന്തിനാണ് വിളിക്കുന്നത്? നമ്മളെ വിചാരം എന്താണെന്നറിയോ? നമ്മളെ മക്കളെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് PTA എന്ന് നമ്മളിപ്പോഴും വിചാരിച്ച് വെച്ചിരിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസപരമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവണമെങ്കിലോ എന്ത് ചെയ്യും? PTA എക്സിക്യൂട്ടീവ് ഒക്കെ കൂടിയിട്ട് അവിടെയൊക്കെ തീരുമാനങ്ങൾ എന്ത് ചെയ്യും? സർക്കാർ മേലോട്ട് ചോദിക്കലുണ്ട്. അങ്ങനെ ചോദിച്ച് കിട്ടുന്ന അവസരത്തിൽ ഇതേപോലെ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കാലാതീതമായിട്ട് ചർച്ചകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? പ്രതികരിച്ചിട്ടില്ല. എന്താ പ്രതികരിക്കാത്തതെന്നറിയോ? നമുക്കതിനൊന്നും സമയമില്ല. നമ്മൾ PTA പോകുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ ആദ്യം നീട്ടി വലിച്ച് നമ്മുടെ ഒപ്പ്, നമുക്കൊരു വിലയില്ല. നമ്മൾ ആദ്യം ഒപ്പിട്ടിട്ട് വേഗം സമയം നോക്കിയിട്ട് പറയും ടീച്ചറോട്, എൻ്റെ മോനെ ഒന്ന് കാണിക്കാനുണ്ട്, ഡോക്ടറെ കാണാൻ പോകാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യമുണ്ട്, എന്നാൽ ഞാൻ പോയിക്കോട്ടെ. നമ്മൾ പോയി. പക്ഷെ നമ്മൾ അറിയാത്തത് സുപ്രധാനമായിട്ടുള്ള പല വിദ്യാഭ്യാസ നയങ്ങളിൽ മാറ്റം വരുത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? നമ്മളതൊന്നും നോക്കിയിട്ടില്ല. ഇനി നമ്മുടെ കൂട്ടത്തിൽ ആരോടെങ്കിലും PTA പ്രസിഡൻ്റ് ആവാൻ പറഞ്ഞാലോ? നിങ്ങളാവലുണ്ടോ? ഇല്ല. അതൊന്നും എനിക്ക് സമ്മതമല്ല, എനിക്കതൊന്നും താല്പര്യമില്ല. നമ്മൾ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യും? കൈ ചൂണ്ടി കാണിക്കും. എല്ലാവരും കൂടിയിട്ട് അയാളെ PTA പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കും.
അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പി ടി എ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ആ പി ടി എയിലുള്ള മുഴുവൻ രക്ഷിതാക്കളുടെയും ശബ്ദമാണ്. നമ്മൾ എന്തെങ്കിലും അവരോട് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞ് അവതരിപ്പിക്കലുണ്ടോ? ഇന്ന കാര്യം ചർച്ചയ്ക്ക് വരും, ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിർബന്ധമായിട്ടും ആർക്ക് പറഞ്ഞു കൊടുക്കണം? എക്സിക്യൂട്ടീവിൽ ഹെഡ് മാസ്റ്ററോട് പറയണം. ആ പറഞ്ഞ് നമ്മുടെ തീരുമാനം ഇതാണെന്ന് നമ്മൾ അറിയിക്കാൻ പറയലുണ്ടോ? നമ്മൾ പറയലില്ല. നമ്മളെല്ലാവരും സടകുടഞ്ഞ് എണീറ്റ് ഓടിയ ഒരു സമയമുണ്ട്. ഇപ്പം അടുത്ത് ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയം വന്നപ്പോൾ നമുക്ക് ജെൻഡറും അറിയില്ല, ന്യൂട്രാലിറ്റി അറിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കൃത്യമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് പി ടി എയിൽ. കാര്യം എന്താ? ഏതോ ഒരു നോട്ടീസ് പോലെ ഇങ്ങനെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിരുന്നു, നിങ്ങളെല്ലാവരും പി ടി എയിൽ പങ്കെടുക്കണം, നിങ്ങൾ പങ്കെടുത്തിട്ട് നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്തണം, നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ എന്തിടും? ആൺകുട്ടികളെപ്പോലെ പാൻറ്റും ഷർട്ടും ഇടേണ്ടി വരും എന്നുള്ളൊരു വലിയൊരു രീതിയിലുള്ള മെസ്സേജ് ഫോർവേഡ് ചെയ്തപ്പോൾ നമ്മുടെ സ്ത്രീകളടക്കം എന്ത് ചെയ്തു? എല്ലാവരും അങ്ങോട്ട് പോയി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി മാത്രമാണോ നമ്മുടെ വിഷയം? അല്ല, നമുക്ക് ചുറ്റും ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് പറയണം? അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. നോ എന്ന് പറയേണ്ടടുത്ത് നമ്മൾ നോ പറയണം. നമ്മൾ ആവശ്യമുള്ള സമയത്ത് നമ്മൾ ശബ്ദം ഉയർത്തി തന്നെ സംസാരിക്കണം. അതിനാണ് സ്ത്രീകൾക്ക് എന്ത് വേണ്ടത്? രാഷ്ട്രീയം വേണ്ടത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ കാണുന്ന കൊടിപിടിക്കലല്ല, മറിച്ച് നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ ശബ്ദം ഉയർത്താനായിട്ട് നിന്നു കൊടുക്കണം. നമ്മൾ ശബ്ദം ഉയർത്തിയേ പറ്റൂ. സ്ത്രീകളെ മാറ്റി നിർത്തിയിട്ടൊരു രാഷ്ട്രീയം ഉണ്ടോ ഇനി അങ്ങോട്ട്? നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ 33 എന്നുള്ളത് മാറി ഇപ്പോൾ എത്രയായി? 50 മേലെ നമുക്ക് റിസർവേഷൻ വരലായി. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത്, ഇങ്ങനെ റിസർവേഷൻ കൂടുകയാണ്, സ്ത്രീകളുടെ സാന്നിധ്യവും പ്രാതിനിധ്യവും കൂടിക്കൂടി വരുന്ന സമയത്ത് ഒന്നും വേണ്ട. ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് അസീസ് മാഷ് കാണിച്ചു തന്നൊരു കാര്യമുണ്ട്. ആ 2 ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും വരുന്നത്. ഞാനിങ്ങനെ ചോദിച്ചു, രണ്ടും സ്ത്രീ തന്നെയാണോ? ആ, ഞങ്ങൾ നറുക്കെടുപ്പിലൂടെ 2 ആളും കിട്ടിയതാന്ന് പറഞ്ഞു. എന്തൊരു അഭിമാനമാണ്! നമ്മൾ സ്ത്രീകൾ അഭിമാനിക്കേണ്ട ഒരു നിമിഷമാണ്. കാരണം എന്താ? നമ്മളിന്ന് ജനറൽ ഇല്ലെങ്കിൽ നമുക്കവിടെ റിസർവേഷൻ ഉണ്ടെങ്കിലാണ് നമ്മളവിടെ കയറിയിരിക്കാൻ. എന്നാൽ അതിലും മാറ്റം വരുത്തുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. പല പ്രദേശങ്ങളിലും ജനറൽ സീറ്റിൽ ആര് മത്സരിച്ചിട്ടുണ്ട്? സ്ത്രീകൾ മത്സരിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ കഴിവുകളെ കൃത്യമായിട്ട് പരിപോഷിപ്പിക്കുന്ന രീതിയിൽ എല്ലാ സ്ഥലത്തും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2000 എന്നുള്ളത് 3000 ആക്കി ഉയർത്താൻ ലീഗിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ദിവസവും വർഗീയത മാത്രം പുലമ്പുന്ന കുറേ ആൾക്കാരുണ്ട് ലീഗിനെ നോക്കിയിട്ട്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അറിയോ? മാവുള്ള മാവിനെ ആര് കല്ലെറിയൂ? ഇങ്ങനെയുള്ള ആൾക്കാർ കല്ലെറിയൂ. ലീഗിൻ്റെ വളർച്ചയിൽ വളരെയധികം അസൂയാലുക്കളായിട്ട് പറഞ്ഞുണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആരുടെ കൂടിയാണ്? ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ കൂടിയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നിറവേറ്റാൻ ഇവിടെ ആരുണ്ട്? ഇവിടെ ലീഗുണ്ട്. നമുക്ക് എണ്ണി നോക്കാം. ലീഗിൻ്റെ നന്മകൾ പറയുമ്പോൾ കുറച്ചെങ്കിലും നമ്മൾ എണ്ണണ്ടേ? ബൈത്തുർ റഹ്മാൻ എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് ഇല്ലേ ലീഗിന്? ലീഗ് എന്തിനാ ബൈത്തുർ റഹ്മ പോലെയുള്ള പ്രോജക്റ്റ് ചെയ്യുന്നത്? എന്തിനു ചെയ്യുന്നത്? എന്തിനാ ലീഗ് അത് ചെയ്യുന്നത്? ലീഗിൻ്റെ ആൾക്കാർക്ക് പൈസ വെറുതെ വെച്ചിട്ടാണോ? അല്ലെങ്കിൽ നമുക്ക് CPM ഒക്കെ ചെയ്യുന്നത് പോലെ വലിയ വലിയ ബിൽഡിങ്ങുകൾ മാത്രം എടുത്തിട്ടാൽ പോരെ? ഇങ്ങനെ നമ്മളെ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ കാണും, തൊട്ടിട്ട് എന്താണെന്നറിയോ? ചുവന്ന ബിൽഡിങ്ങുകളാണ്. അതായത് സ്മാരകങ്ങളാണ്. അത് ഇപ്പോൾ AKG ആയിരിക്കും, അല്ലെങ്കിൽ EMS ആയിരിക്കും. അങ്ങനെ ആരെങ്കിലും പിന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും ഉണ്ടാവും. അങ്ങനെ കുറേ പിന്നെ കെട്ടിടങ്ങൾ. അത് മതിയോ? അല്ലെങ്കിൽ കുറേ ബാങ്ക് ഉണ്ടാക്കിയാൽ മതിയോ? എന്തുകൊണ്ടാണ് പാവപ്പെട്ട മനുഷ്യർക്ക് നമ്മൾ ബൈത്തുർ റഹ്മ വെച്ച് കൊടുക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ബൈത്തുർ റഹ്മ വെച്ച് കൊടുത്തിട്ട് അവരോട് പറയലുണ്ടോ ലീഗ് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന്? നിങ്ങൾ നമ്മളെ നാട്ടിലേക്ക് വാ. ബൈത്തുർ റഹ്മ കൊടുത്തിട്ട് 2-ാം ദിവസം വേറെ പാർട്ടിയിൽ പോയ ആൾക്കാരുണ്ട്. പക്ഷെ അവരോടൊന്നും ലീഗ് എന്ത് പറഞ്ഞിട്ടില്ല? ആ ബൈത്തുർ റഹ്മ തിരിച്ചതാ, നമുക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, വോട്ട് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ തരണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവിടെയൊക്കെ ലീഗ് നോക്കിയൊരു കാര്യമുണ്ട്. സാധാരണക്കാരായ എല്ലാവരുടെ ഒരു സ്വപ്നമാണെന്ത്? വീടെന്ത സ്വപ്നം. അതിന് വേണ്ടിയിട്ട് ഒരു ആയുഷ്കാലം മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പണിയെടുക്കുന്നുണ്ട്. എന്നാൽ അതുപോലും ചെയ്യാൻ പറ്റാത്ത വലിയൊരു സ്വപ്നം കൊണ്ട് നടക്കുന്ന, എന്നാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വരെ ഗതിയില്ലാത്ത അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലീഗ് വീട് വെച്ച് കൊടുക്കുന്നില്ലേ? അവിടെ നമ്മുടെ പാർട്ടിക്കാർക്കാണോ ലീഗ് വീട് വെച്ച് കൊടുക്കുന്നത്? അല്ല, ആരാണോ അതിന് അർഹതപ്പെട്ടവർ അവർക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ CS സെൻറ്റർ സന്ദർശിച്ചിട്ടുണ്ടോ? CS സെൻറ്റർ പോയി നോക്കണം. എത്രയോ ആൾക്കാർക്ക് ഡയാലിസിസ് രോഗികൾ, ക്യാൻസർ പേഷ്യൻസ് എല്ലാവർക്കും എന്ത് ചെയ്യാണ്? ഫ്രീ ഡയാലിസിസ് കൊടുക്കുകയാണ്, മരുന്ന് കൊടുക്കുകയാണ്, ചികിത്സ കൊടുക്കുകയാണ്. എന്തേ? ലീഗ് അതിലൂടെ വോട്ടാണോ നേടുന്നത്? അല്ല. ഇനി അപ്പുറത്തേക്ക് PTH, നാളെ PTHൻ്റെ സ്റ്റേറ്റ് തലത്തിലുള്ള സംഗമം നടക്കുകയാണ് നമ്മുടെ കോഴിക്കോട് വെച്ചിട്ട്. നിങ്ങൾ നോക്കണം, 5000-ൽ പരം വളണ്ടിയേഴ്സ് ഉണ്ട് PTHൽ. അവരാരും എന്തിനു വേണ്ടിയിട്ടല്ല,
അവരാരും തിരിച്ചെന്തെങ്കിലും ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിലല്ല, മറിച്ച് ഈ നാട്ടിലുള്ള പാവപ്പെട്ട കിടപ്പ് രോഗികൾക്ക് വേണ്ടിയിട്ട് ഒരു വിങ് ഉണ്ടാവണമെന്ന് പറഞ്ഞത് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. തങ്ങൾ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് തങ്ങൾക്ക് വന്നൊരാശയാണ്. കാരണം ഞാനൊന്ന് ഹോസ്പിറ്റലൈസ് ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരാളും കാണാൻ വരാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് മരണം മാത്രം കാത്തു കിടക്കുന്ന ആയിരക്കണക്കിന് രോഗികൾ എവിടെയുണ്ട്? ഈ കേരളത്തിലുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അവർക്ക് തണലേകാനായിട്ട് എന്ത് ചെയ്യണം? PTH പോലെ പാലിയേറ്റീവ് കെയർ ആരംഭിക്കണമെന്ന് പറഞ്ഞ് തങ്ങൾ പറഞ്ഞത് മാത്രമേ തങ്ങൾക്ക് ഓർമ്മയുണ്ടാവൂ. എന്നാൽ ഇന്ന് 5000-ൽ പരം വളണ്ടിയറുള്ള ഒരു വലിയ വിങ്ങായി PTH ഉണ്ട്. അഭിമാനത്തോടെ ഞാനും പറയാണ്, ഞാനും PTHൻ്റെ വളണ്ടിയറാണ്. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം കിട്ടുന്ന PTHൽ ഞാൻ എന്തായാലും മുടങ്ങാതെ പോകും. അന്ന് നമ്മൾ കാണുന്ന മനുഷ്യരില്ലേ, നമ്മൾ കാണുമ്പോൾ നമ്മൾ പടച്ചോനോട് പ്രത്യേകം നന്ദി പറയും. എന്തിനാണെന്നറിയോ? അൽഹംദുലില്ലാ നമുക്കിങ്ങനെ നടന്നു പോകാൻ, സംസാരിക്കാൻ, നമുക്കൊന്നുമില്ലെങ്കിൽ നല്ലൊരു ആരോഗ്യമുള്ള ഒരു ശരീരം നമുക്ക് തന്നിട്ടില്ലേ. എന്നാൽ ഇതൊന്നും പറ്റാതെ ഒത്തിരി വേദന സഹിച്ച് കഴിയുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അതുപോലെ തന്നെ വനിതാ ലീഗുകാരോട് പറയാനുള്ളത്, വനിതാ ലീഗ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുത്ത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ വാർഡിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളവരൊക്കെ എന്ത് ചെയ്യണം? നമ്മളവരൊക്കെ സന്ദർശിക്കണം, നമ്മളവരൊക്കെ സമാധാനിപ്പിക്കണം, നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവണം. ഇതൊക്കെ പറയുന്നത് നമ്മുടെ പാർട്ടിയാണ്. നമ്മുടെ പാർട്ടി വെക്കുന്ന ആശയങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. ഇന്നിവിടെ ജയിച്ച 6 മെമ്പർമാരുണ്ട്. എല്ലാ മെമ്പർമാരോടും സാദിഖ് അലി തങ്ങൾ പറഞ്ഞ അതേ വാക്കുകളാണ് തിരിച്ചു പറയാനുള്ളത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ മെമ്പറാവുക എന്നുള്ളത് എന്താണ്? ഒരു ജയമാണ്. ആ ജയം എന്തല്ല? ഓടിക്കിട്ടിയൊരു സമ്മാനമാണോ? അല്ല. നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആര് കഷ്ടപ്പെട്ടിട്ടുണ്ട്? ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഈ 6 സീറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ നന്ദി അർഹിക്കുന്ന ആൾക്കാർ ആരാന്നറിയോ? നിങ്ങളാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും പ്രവർത്തനത്തിൻ്റെ ഫലമാണ് 6 സീറ്റ് എന്നുള്ള ആ ഒരു സ്വപ്നം ഇവിടെ പൂവണിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് ആഗ്രഹമില്ലേ പേരാമ്പ്രക്ക് നമ്മുടേതായി സ്വന്തമായിട്ടൊരു MLA ഉണ്ടാവണമെന്ന്? നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 9.5 വർഷക്കാലമായിട്ട് ഈ നാടിനെ പറ്റിച്ചു കൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അവകാശങ്ങളെ നിഷേധിക്കുന്ന പാവപ്പെട്ടവൻ്റെ പെൻഷൻ തുക വരെ എന്ത് ചെയ്തിട്ട് മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന, അതിനപ്പുറം ചൂരൽമലയിലെ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ പിരിച്ചു കൊടുത്ത 700 കോടി രൂപയോളം കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഇന്നത്തെ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളത് എന്താണ്? ജനാധിപത്യത്തിൽ അനിവാര്യമായ കാര്യമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, അധികാര വികേന്ദ്രീകരണം. 1995 കാലഘട്ടത്തിൽ അധികാര വികേന്ദ്രീകരണത്തിലൂടെ പഞ്ചായത്തുകളിലേക്ക് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? പഞ്ചായത്തുകൾക്ക് അവിടുത്തെ പഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനും അവിടെ ആർക്ക് പെൻഷൻ കൊടുക്കണം, അവിടെ ആർക്ക് വീട് കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഈ 10 കൊല്ലം കൊണ്ട് പിണറായി ചെയ്ത കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ 10 കാലം കൊണ്ട് എല്ലാ അധികാര വികേന്ദ്രീകരണങ്ങളെയും കേന്ദ്രീകൃതമാക്കിക്കൊണ്ട്, അതായത് ഞാനെന്ന ഭാവത്തോടു കൂടിയിട്ട്, ഞാനേയുള്ളൂ എന്ന ഭാവത്തോടു കൂടിയിട്ട് നടക്കാണ്. നിങ്ങൾ നോക്കണം, ഇക്കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ തന്നെ നമ്മുടെ ഇടയിലുള്ള പാവപ്പെട്ടവരെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചു എന്ന്. ഒരു പെൻഷൻ തുക മാത്രമാണോ? ക്ഷേമനിധിൻ്റെ കാര്യം നോക്കിയേ, എല്ലാ സ്ഥലത്തും വെട്ടിപ്പും കൊള്ളയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കൊള്ള സംഘത്തെ നമ്മൾ ഇനിയും വെച്ച് പുലർത്തണം എന്നാണെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ്? നമ്മൾ പടക്കുഴിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു മാറ്റം അനിവാര്യമാണ്. തുടർഭരണം വന്നു, നമ്മളെല്ലാവരും എന്ത് ചെയ്തു? പറ്റിക്കപ്പെട്ട ആൾക്കാരാണ്. കൊറോണ വന്ന സമയത്ത് നമ്മളൊക്കെ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്ത്? ഭക്ഷണം കിട്ടുമോ? ഇനി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാവുമോ? ഇനി എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ള ആ ആദ്യ പിടിച്ച സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് എന്ത് ചെയ്തു? കിറ്റുമായി വന്ന് നമ്മളെ പറ്റിച്ച ആൾക്കാരാണ്. നമ്മൾ വീണ്ടും അധികാരത്തിൽ കയറ്റിയപ്പോൾ നമ്മളോട് എന്ത് പറഞ്ഞു? ഇനി അങ്ങോട്ട് ഇവിടെ സ്വർഗമായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഏറ്റവും വലിയ നരകത്തിലാണ് നമ്മളുള്ളതെന്ന് നമ്മൾ ഈ 5 കൊല്ലം കൊണ്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയും പലതരത്തിലുള്ള, ഇന്നലെ ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് നമ്മൾ കണ്ടു, ബഡ്ജറ്റിൽ എന്താണ്? ഒരിക്കലും നടക്കാത്ത പല കോടികളുടെ കണക്കാണ് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത്. അവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതല്ല ബഡ്ജറ്റ് എപ്പോഴാണ് അവതരിപ്പിക്കുക? പുതിയ നിയമസഭ വരുന്ന സമയത്ത്, അതായത് ഇലക്ഷൻ കഴിഞ്ഞ് UDF സർക്കാർ അധികാരത്തിൽ വന്ന് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റായിരിക്കും യഥാർത്ഥ ബഡ്ജറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാലമുണ്ട്. ആ കാലമുണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോരുത്തരും ഇറങ്ങി പ്രവർത്തിക്കണം. പേരാമ്പ്രയുടെ മണ്ണിൽ UDFൻ്റെ കൊടി ഉയരെ പറക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും ഈ വരുന്ന ഇലക്ഷനിൽ കൃത്യമായിട്ട് നല്ല ഗ്രൗണ്ട് വർക്ക് ചെയ്യണം. നിങ്ങൾ ചെയ്യൂലേ? ഉറപ്പല്ലേ?
നമ്മുടെ വില നമുക്കറിയാത്തത് കൊണ്ടാട്ടോ നിങ്ങളോട് അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഇന്ന് പോയിട്ട് കണ്ണാടി നോക്കിയിട്ട് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി നിങ്ങളുടെ കഴിവ് എന്തൊക്കെയാണെന്നുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, ഈ സദസ്സിൽ ഇവിടെ ചെറിയ കുട്ടികൾ തുടങ്ങിയിട്ട് വലിയ ആൾക്കാർ വരെ, അതായത് ചിലപ്പം നടക്കാൻ പറ്റാത്ത ഉമ്മമാർ വരെ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ ഒരു ആവേശമാണ് ലീഗ്. ആ ലീഗിൻ്റെ ആവേശം എന്ന് പറയുന്നത് വെറും ഒരു കൊടി എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആശയങ്ങളെ ഉൾക്കൊള്ളുന്നതായിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ ഒരു വൈകിയ വേളയിൽ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയാണ്, സ്ത്രീകൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഖുറാനിൽ നമ്മൾ ഖുറാൻ ഓതുന്ന ആൾക്കാരാണ്. ഖുറാനിൽ കുറേ വനിതകളെ പറ്റിയിട്ട് എടുത്തെടുത്ത് പറഞ്ഞിട്ടില്ലേ? മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മാതാവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഫിറൗൻ്റെ ഭാര്യയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ബിൽക്കീസ് എന്ന രാജ്ഞിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം അപ്പുറം നമ്മുടെ പ്രിയപ്പെട്ട നബിയുടെ പത്നിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഖദീജ ബീവിയെ പറ്റി. ഇവിടെ ഒക്കെ പറയുമ്പോൾ ഓരോ ഉദാഹരണങ്ങളാണ്. എന്തിനാണ്? കാലത്തിനൊത്ത് സ്ത്രീകൾ അവരെയൊക്കെ മാതൃകയാക്കാൻ വേണ്ടിയിട്ടാണ് അവരെയൊക്കെ ആ സ്ത്രീരത്നങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഖുറാനിൽ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. അവരൊക്കെ ചെയ്ത ത്യാഗം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലയളവിൽ ഈ സൊസൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളത് ചെയ്യണം. മരിച്ചു കഴിഞ്ഞൊരു ജീവിതത്തെ പറ്റി വിശ്വസിക്കുന്നില്ലേ? മരണാനന്തര ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വിചാരണ നേരിടുന്ന ഒരു നിമിഷമുണ്ട്. 50,000 വർഷക്കാലം വിചാരണ നേരിടുന്ന സമയത്തും നമ്മളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണെന്നറിയോ? ഓരോ നിമിഷവും നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ്. എൻ്റെ ഭൂമിയിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കണമെങ്കിൽ നമ്മൾ വീടിനപ്പുറത്തേക്ക് നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ നന്മകൾ നമ്മൾ ചെയ്യണം. നിങ്ങളുടെ ചുറ്റുപാടും ഒരാൾ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, കൈത്താങ്ങായിട്ട് നിങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ ആരുടെയെങ്കിലും പ്രശ്നം ഒന്ന് ചെവി കൊണ്ട് കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ അവിടെയൊക്കെ പടച്ചോന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിട്ട് മാറുകയാണ്. നമ്മുടെ പാർട്ടിയും ഇത് തന്നെയാണ് പറയുന്നത്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ നിങ്ങൾ ശ്രവിക്കുക, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരിക. എൻ്റെ പ്രിയപ്പെട്ട വനിതാ ലീഗിൻ്റെ പ്രവർത്തകരോടും പറയാനുള്ളത്, വനിതാ ലീഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പരിപാടിക്ക് ചായ കൊടുക്കുന്ന ആൾക്കാരല്ല, മറിച്ച് ഒരു സമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിൽ സൊസൈറ്റി ബിൽഡപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വരുന്ന ഇലക്ഷൻ ആയിക്കോട്ടെ, വരുന്ന ഓരോ ദിവസങ്ങളിലും ഈ നാടിന് വേണ്ടിയിട്ട് ഉശിരോടെ പ്രവർത്തിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട വനിതകൾ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു അവസരം സമ്മാനിച്ച എൻ്റെ പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർക്ക് പ്രത്യേകം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. നമസ്കാരം.